പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, ആദ്യമായി തന്നെ നിങ്ങൾക്ക് ഏവർക്കും ഉയർപ്പ് കാലത്തിന്റെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉദ്ധാനം ചെയ്ത യേശു തന്റെ കണ്ടുകുട്ടികളോടെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ഈ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കൂട്ടായ്മയിലും ഇടവകയിലും ഈ പ്രദേശത്തും വർദ്ധിക്കുമാറാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാമതായി അനുഗ്രഹീതമായ ഈ കാലയളവിൽ തന്നെയാണ് ഗീവർഗീസ് സഹനായുടെ പെരുന്നാൾ നാം ഭാരതത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ആഘോഷിക്കുന്നത്. നമ്മുടെ ദേവാലയം തീർത്ഥാടന ദേവാലയമാണ്. വിശുദ്ധ ഗീവർഗീസ് സഹനായുടെ നാമത്തിൽ പ്രതിഷ്ഠിതമായ ഈ ദേവാലയത്തിൽ നാം നമ്മുടെ ദേവാലയത്തിന്റെ പെരുന്നാൾ, വിശുദ്ധ ഗീവർഗീസ് സഹനായുടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ പെരുന്നാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഗീവർഗീസ് സഹനായെ പോലെ ജീവിതത്തിൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാം, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് നിലകൊള്ളാം, വേണ്ടി വന്നാൽ അതിനുവേണ്ടി മരിക്കാൻ നാം തയ്യാറാണ് എന്ന ആ വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള ഒരവസരമാണ് പെരുന്നാൾ ആഘോഷം. അതോടൊപ്പം സഹനായുടെ മധ്യസ്ഥതയിൽ നമ്മൾ ഉൾച്ചേർന്നുകൊണ്ട് വിശുദ്ധ ഗീവർഗീസ് സഹനായുടെ മധ്യസ്ഥതയിൽ ധാരാളമായ അനുഗ്രഹങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് അനുഗ്രഹങ്ങൾ ആവശ്യമുള്ളവർക്കൊക്കെയും വേണ്ടി അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ളതായ അവസരം. ഈ പെരുന്നാളിന്റെ എല്ലാ മംഗളങ്ങളും ഞാൻ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. നിങ്ങളോടുകൂടി ഈ പെരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് സാധിക്കുന്നത് എത്രയോ അനുഗ്രഹീതം. മൂന്നാമതായിട്ട് ഈ അവസരത്തിലെല്ലാം കൂടുതൽ അർത്ഥവും ആഴവും നൽകിയിട്ടുണ്ട്. നമ്മുടെ ഇടവകയിലെ 13 കുഞ്ഞുങ്ങൾ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കുർബാനയിലൂടെ സ്വീകരിക്കുകയാണ്. നാം ആദ്യ കുർബാന സ്വീകരണം എന്ന് പറയുന്നു. നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് നാം പരിശുദ്ധ മാമോദീസായും വിശുദ്ധ പൂർവ്വമുള്ളതായ അഭിഷേകവും വിശുദ്ധ കുർബാനയും വിശ്വാസ ജീവിതത്തിന്റെ പ്രാരംഭ ഉദാശകൾ നാം ഒരുമിച്ച് സ്വീകരിക്കുന്നു. അതിനുശേഷം നാം പ്രായപൂർത്തിയായി നന്മതിന്മകൾ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവരുടെ പാപങ്ങൾ കർത്തൃസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച് അതിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ആദ്യമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പൂർണ്ണമായ അറിവോടും പൂർണ്ണമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സ്വീകരിക്കുകയാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രയോ അനുഗ്രഹീതമായിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇവരെ ഇതിനുവേണ്ടി തയ്യാറാക്കിയതായ എല്ലാവർക്കും
വികാരിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവരെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതായ ആളുകൾ, അതുപോലെ തന്നെ ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഇവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിച്ചുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ അവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് 13 പേർക്കും അവർ ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷവും ഞാൻ ആശംസിക്കുന്നു. അവരുടെ പേരുകൾ ഈ പരിശുദ്ധ കുർബാനയിൽ നാം ഒരിക്കൽ കൂടി സമർപ്പിക്കുക. അലൻ ജോയി, അഖിലേഷ് അജി, അഗ്നേഷ് DS, ആദിത്യൻ RS, ജോബിൻ നാഥ് JS, ജോനാഥ് JS, ശ്രീജേഷ് AJ, സുനീഷ് RS, പെരിയ ഫ്രാൻസിസ്, ദിൽന SD, ലാവണ്യ AM, ജോഷ്ന JS, ജോസ്മിത AS. ഇവരെ ഈ പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. അവർക്ക് എല്ലാം ദൈവികമായിട്ടുള്ളതായ അനുഗ്രഹവും ഞാൻ ആശംസിക്കുന്നു. നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വിശുദ്ധ കുർബാന കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നതിൽ ഞാൻ ദൈവത്തെ ഓർമ്മപ്പെടുന്നു. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. ദൈവങ്ങളെ, നമ്മുടെ ഈ ചിന്തകൾക്കെല്ലാം, നമ്മുടെ ഈ ആഘോഷങ്ങൾക്കെല്ലാം അർത്ഥം പകരുന്നതായ വചനഭാഗമാണെന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഉയർപ്പിന് ശേഷം ഇത് 2ാമത്തെ ഞായറാഴ്ചയാണ്. ഉയർപ്പ് ഞായറാഴ്ച കർത്താവായ യേശുക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അത് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു എന്ന് പ്രഖ്യാപിച്ച് ഉയർപ്പിന്റെ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കും. കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ തോമാശ്ലീഹായോട് കൂടെ ചേർന്നുകൊണ്ട് ഉദ്ധാനം ചെയ്തിരിക്കുന്നതായ കർത്താവായ യേശുക്രിസ്തു എന്റെ കർത്താവും എന്റെ ദൈവവുമാണ് എന്ന് നാം ഏറ്റുപറഞ്ഞു. ഇന്ന് ഈ കർത്താവായ യേശുക്രിസ്തു തിബേരിയാസ് കടൽ തീരത്ത് തന്റെ ശിഷ്യന്മാർ പ്രത്യക്ഷപ്പെട്ട് അവരെ മീൻ പിടിക്കുവാനായിട്ട് സഹായിക്കും. അത്ഭുതകരമായ മീൻപിടുത്തത്തിന് ശേഷം അവർ കരയ്ക്ക് എത്തിയപ്പോൾ അവിടെ കണ്ടത് കടലിൽ വെച്ചിരിക്കുന്നതായ മീനും അപ്പവുമാണ്. അതെടുത്ത് ശിഷ്യന്മാർക്ക് കർത്താവ് നൽകുന്നു. അത് കർത്താവാണെന്ന് വെള്ളത്തിൽ വെച്ചും അവർക്ക് മനസ്സിലാകും. തുടർന്ന് ഈ അപ്പവും മത്സ്യവും ഭക്ഷിച്ചപ്പോഴും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ ചോദിച്ചില്ല, നീ ആരാണെന്ന് അവർ ചോദിച്ചില്ല. അവൻ കർത്താവാണ് എന്ന് അവർക്ക് മനസ്സിലായി. പ്രിയമുള്ളവരെ, ഈ വചനഭാഗം നമുക്ക് നൽകുന്നതായ സന്ദേശം എന്താണ്? ആദ്യമായിട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ രഹസ്യമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം. കർത്താവായ യേശുക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഉദ്ധിതനെ കുറിച്ച്, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ച് പ്രഘോഷിക്കുന്നത് വ്യർത്ഥം. അതിന് അർത്ഥമില്ല. ആയതിനാൽ വിശുദ്ധ പൗലോസ് തറപ്പിച്ചു പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തുക തന്നെ ചെയ്തിരിക്കുന്നു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവൻ ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ കള്ളസാക്ഷികളായി തീരും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദു, കേന്ദ്രമായ വിശ്വാസം. മറ്റെല്ലാ വിശ്വാസവും ഇതിനോട് ചേർന്നാണ് നിൽക്കുന്നത്. മറ്റെല്ലാ വിശ്വാസത്തിനും അർത്ഥം ലഭിക്കുന്നത് ഈ കർത്താവായ യേശുക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ആ ദൈവിക രഹസ്യത്തിലും ആ ദൈവികമായിട്ടുള്ളതായ യാഥാർത്ഥ്യത്തിലും. അത് കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരുന്നതായ അവസരത്തിൽ തന്റെ ശിഷ്യന്മാരോട് 3 പ്രാവശ്യം കർത്താവ് പ്രവചിച്ചിട്ടുണ്ട്.
ഞാൻ ജെറുസലേമിലേക്ക് പോകും, മഹാപുരോഹിതന്മാരാലും മറ്റുള്ളവരാലും ഞാൻ പിടിക്കപ്പെടും, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇത് മറ്റുള്ളവരെ മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് പീലാത്തോസിനോട് ചെന്ന് പറയുകയാണ്, ഇവൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവൻ ഉയർത്തുമെന്ന്, അതുകൊണ്ട് അവന്റെ കല്ലറയ്ക്ക് കാവൽ നിർത്തണം. പീലാത്തോസ് പറയുന്നത്, നിങ്ങൾക്കൊരു കാവൽ സേനയുണ്ടല്ലോ, പോയി നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം കാവൽ തന്നുകൊള്ളുക. പീലാത്തോസ് വളരെ അർത്ഥമാണ്, നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം കല്ലറ കാത്തുകൊള്ളുക എന്ന് വെച്ചാൽ പീലാത്തോസിന് അപ്പോഴേ അറിയാം ഇവർക്കതിനെ സാധിക്കുകയില്ല. മുദ്രയ്ക്ക് ഒരു കേടും കൂടാതെ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തിരിക്കുന്നു എന്നുള്ളതായ അനുഭവമാണ് അവർക്ക്. അപ്പോൾ പടയാളികളെ അവര് പിടികൂടി അവരോട് പറഞ്ഞു, നിങ്ങൾ പറയണം ലോകത്തോട്, ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ അവന്റെ ശിഷ്യന്മാർ പുഷ്ടിച്ചുകൊണ്ടുപോവുകയും ചെയ്യും. അതൊന്നും നിലനിന്നില്ല. കർത്താവ് തന്നെ തന്റെ ഉദ്ധാനത്തിന്റെ അനുഭവം വിവിധ അവസരങ്ങളിൽ ശിഷ്യന്മാർക്ക് നൽകി. ഈ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത്, ഉദ്ധാനം ചെയ്ത കർത്താവായ യേശുക്രിസ്തു 3-ാം പ്രാവശ്യമാണ് അവർക്ക് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്. ആദ്യം മഗ്ദലേനയിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ ചെന്ന് പത്രോസിനോട് യോഹന്നാനോടും പറഞ്ഞു. അവർ ഓടി കല്ലറയിലെത്തുമ്പോൾ ശൂന്യമായ കല്ലറ കണ്ടു. മഗ്ദലേനയും പറഞ്ഞു, യേശു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അവന് മുമ്പേ ഗലീലയിലേക്ക് പോകണം, അവിടെ വെച്ച് നിങ്ങൾ കാണുന്നു. ഗലീലയിൽ വെച്ച് കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നു. അപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. തോമസിന് നൽകുന്നതായ ദർശനം അത് 2-ാമത്തെ ദർശനമാണ്. ഇന്ന് നാം വായിക്കേണ്ടതായ വചനഭാഗമോ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്ന തന്റെ ഉദ്ധാനത്തിന്റെ 1-ാമത്തെ അനുഭവം. ഈ അനുഭവത്തിലേക്കാണ് നമ്മളെയും ഇന്ന് ഈ വചനം നമ്മളെ ക്ഷണിക്കുന്നത്. പരിശുദ്ധ സഭയെ കർത്താവായ യേശുക്രിസ്തു ക്ഷണിക്കുന്നത് ഈ അനുഭവത്തിലേക്കാണ്. കർത്താവ് എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ അവിടുന്ന് ലോകത്തിന്റെ അവസാനത്തോളം തന്റെ ഉദ്ധാനത്തിലൂടെ തന്റെ നിത്യജീവിതത്തിലൂടെ നമ്മളോട് കൂടെയായിരിക്കുന്നതായ അനുഭവമാണ്. നാം ശൂന്യമായ കല്ലറ കാണുമ്പോൾ അതിൽ നിന്ന് ഉദ്ധിതനായ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഓർക്കുന്നത്. ആ ഉദ്ധാനം നമുക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായിട്ട് നൽകുവാനുമാണ്. നമ്മളോടുകൂടി നിരന്തരം ആയിരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളോടുകൂടി നിരന്തരം ആയിരിക്കാമെന്ന് ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടിയായിരിക്കുമെന്ന് അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യുകയും ഈ ഉദ്ധാനം ചെയ്യുന്നതായ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അങ്ങനെ ആയിരിക്കുന്നില്ലെങ്കിൽ, ക്രിസ്തു നമ്മോട് കൂടെ ആയിരിക്കുന്നില്ലെങ്കിൽ, നാം യേശുവിനോട് കൂടി ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് തനിയെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവിന്റെ അനുഭവമില്ലാതിരുന്നതായ പത്രോസാണ് പറയുന്നത്, നമുക്ക് മീൻ പിടിക്കാനായിട്ട് പോകാം. അപ്പോൾ മറ്റു ശിഷ്യന്മാരും പറഞ്ഞു, ഞങ്ങളും കൂടെ വരുന്നു. ഒരു രാത്രി കഴിയും അധ്വാനിച്ചിട്ടും അവർക്ക് ഒന്നും ലഭിച്ചില്ല. എന്നാൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നിങ്ങളുടെ വള്ളത്തിന്റെ വലത്തുവശത്ത് വലയിടുക എന്ന് പറഞ്ഞ് അവർക്ക് നൽകുന്നതായ വിദഗ്ധൻ, അവർക്ക് നൽകുന്നതായ നിർദ്ദേശം, അവരെ നയിക്കുന്നതായ വേളയിൽ അത്ഭുതകരമായിട്ട് മീൻ പിടിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. നമ്മുടെ സാധാരണ ജീവിതത്തിൽ കർത്താവ് നമ്മോടൊപ്പം നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വെല്ലുവിളികളിലും നമ്മുടെ രോഗങ്ങളിലും നമ്മുടെ പരാജയങ്ങളിലും നമ്മോട് കൂടെയായിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടയാളമാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ ശിഷ്യന്മാർക്ക് യേശു പറഞ്ഞതിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് മീൻ പിടിക്കുവാനായിട്ട് സാധിച്ചത്. ഉദ്ധാനം ചെയ്തതായ യേശു
നമുക്ക് അനുവദനീയമായിട്ടുള്ളതായ കൃപാദാനങ്ങളാണ് നമുക്ക് നൽകുന്നത്. ആ വലയിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് നൽകുന്നതായ കൃപാദാനങ്ങൾക്ക് യാതൊരു അളവില്ലാതെ വളരെ അനുഗ്രഹീതമായി നമ്മുടെ ജീവിതത്തിൽ അവൻ നമ്മളെ നയിക്കുന്നു എന്ന് മാത്രമല്ല, ഈ വലയും മീൻപിടുത്തവും വലയെഴുത്തിലും വലിച്ചു കയറ്റുന്നതുമെല്ലാം പരിശുദ്ധ സഭയുടെ ഒരടയാളമാണ്. കർത്താവായ യേശുക്രിസ്തു ഉദ്ധാനം ചെയ്തതായ കർത്താവായ യേശുക്രിസ്തു എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. അതിന് ജാതിയോ മതമോ ഭാഷയോ ഒരു വ്യത്യാസവുമില്ലാതെ, വലിയവനോ ചെറിയവനോ പണ്ഡിതനോ പാമരനോ എന്ന വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് തന്റെ പരിശുദ്ധ സഭയിലൂടെ നമ്മെ നിരന്തരമായി നടത്തുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് ഈ അത്ഭുതകരമായ മീൻപിടുത്തം. ഇത് സഭയുടെ വലിയ ഒരു സാദൃശ്യമാണ്. ഇതാണ് പരിശുദ്ധ സഭ. ഈ പരിശുദ്ധ സഭയിലേക്കാണ് നമ്മെ എല്ലാവരെയും വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിനോട് കൂടെയായിരുന്നപ്പോൾ യോഹന്നാൻ മനസ്സിലാക്കുന്നു അത് കർത്താവാണ്. അത് പത്രോസിനോട് പറയുന്നു. പത്രോസ് അത് കേട്ട മാത്രയിൽ തന്നെ താൻ നഗ്നനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് പുറകുമായി എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി എത്രയും വേഗം കർത്താവിന്റെ സന്നിധി അറിയുവാണ് വിശുദ്ധ പത്രോസ് പരിശ്രമിക്കുന്നതല്ലേ നാം കാണുന്നത്. ഇതുപോലെ തന്നെയാണ് നാം കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ കർത്താവ് ഉദ്ധാരം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ അനുഭവത്തിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം നമ്മൾ കണ്ടെത്തും. അവിടെയാണ് ഉദ്ധാരം ചെയ്ത കർത്താവായ യേശുക്രിസ്തു നിരന്തരമായിട്ട് നമ്മളോട് കൂടെ ആയിരിക്കുന്നതായ അനുഭവം നമുക്ക് ലഭിക്കും. ഇന്നത്തെ ഈ ദർശനത്തിൽ വലയിൽ വലിച്ചുകൊണ്ട് അവർ കരയ്ക്ക് കയറിയപ്പോൾ കാണുന്നത് എന്താണ്? കീഴ്ക്കടൽ കൂടിയിരിക്കുന്നു, അതിൽ മത്സ്യം വെച്ചിരിക്കുന്നു, അപ്പവും അവിടെയുണ്ട്. കർത്താവായ യേശുക്രിസ്തു അത് എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ പരസ്യ ജീവിത കാലത്ത് നാം കാണുന്നുണ്ട് 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000 ആളുകളെ തൃപ്തിയാക്കുന്നു. അതിനുശേഷമാണ് യേശു താൻ ജീവന്റെ അപ്പമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചു. തന്റെ ശരീരമാകുന്നതായ ശരീരം ലോകത്തിന്റെ ജീവനായിട്ട് അവിടുന്ന് നൽകുന്നതായ അപ്പമാണ്, നിത്യജീവന്റെ അപ്പമാണെന്ന് അവിടുന്ന് പ്രബോധിപ്പിച്ചു. അത് ഈ 5 അപ്പവും 2 മത്സ്യവും വർദ്ധിപ്പിച്ചതിന് ശേഷം അപ്പവും മത്സ്യവും പരിശുദ്ധ കുർബാനയുടെ അടയാളങ്ങളാണ്. ഈ അപ്പവും മത്സ്യവും ഇന്ന് ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ അവരോട് കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ വിശുദ്ധ കുർബാനയുടെ സാദൃശ്യത്തിൽ, അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ നമ്മുടെ അൾത്താരകളിൽ ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ ഞാൻ നിരന്തരമായി വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നൽകപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ അച്ചാരമായി, നിത്യജീവന്റെ ഭക്ഷണമായി, ആത്മീയ ഭക്ഷണമായി നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളോട് കൂടി ലോകാവസാനത്തോളം സന്നിഹിതനായിരിക്കും എന്നതാണ്. നാം എമ്മാവൂസിലേക്ക് പോകുന്നതായ ശിഷ്യന്മാരെ കാണുമ്പോഴും ഇത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവർ അത്താഴത്തിൽ ഇരുന്നപ്പോൾ അപ്പം എടുത്ത് അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കർത്താവാണ്. കർത്താവ് അപ്പോൾ തന്നെയാണ് ആഘോഷിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ നമ്മോട് കൂടി നിരന്തരമായിരിക്കുന്നതായ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അത് നിരന്തരമായി അനുഭവിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ വലിയ മഹത്വവും മഹാത്മ്യവും. ഇന്ന് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ നമ്മളും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കർത്താവായ
ഉദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുകയും നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഉടമ്പടിയിലെ ഭക്ഷണപാനീയങ്ങളായി, പുതിയ ഉടമ്പടിയിലെ പെസഹാക്കുഞ്ഞാടായി, പുതിയ ഉടമ്പടിയിലെ പെസഹായായി അവിടുന്ന് തന്നെ താൻ നമുക്ക് നൽകി. ഇന്ന് ഈ കുഞ്ഞുങ്ങൾ സ്വീകരിക്കുന്നത് ഈ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ നമ്മളിലേക്ക് എഴുന്നേറ്റ് വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ്. അതിനാൽ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഉയർപ്പുകാലത്തിന്റെ ഈ രണ്ടാമത്തെ ഞായറാഴ്ചയിൽ തിബേരിയോസ് കടൽ തീരത്ത് വെച്ച് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അവർക്ക് അപ്പമെടുത്ത് ആശീർവദിച്ച് കൊടുക്കുന്നു, മത്സ്യമെടുത്ത് അവർക്ക് കൊടുക്കുന്നു, തന്നെ തന്നെത്താൻ അവർക്ക് ശിഷ്യന്മാർക്ക് നൽകിയതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇന്ന് കർത്താവ് സ്വയം നൽകിയിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്നുവരുന്നത്. കുഞ്ഞുങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? എന്താണ് ആദ്യ കുർബാന സ്വീകരണം എന്ന് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തു അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് ഉദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവാണ് നിങ്ങളിലേക്ക് എഴുന്നള്ളുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തിബേരിയോസ് കടൽ തീരത്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതായ അതേ യേശു തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എമ്മാവൂസിലേക്ക് പോയതായ ശിഷ്യന്മാർക്ക് തന്നെ താൻ അപ്പത്തിന്റെ സാദൃശ്യത്തിൽ നൽകിയതായ അതേ ഉദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് വിശുദ്ധ കുർബാനയിലേക്ക് കുർബാനയിലൂടെ നിങ്ങളുടെ പക്കലേക്ക് നിങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്നത് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതായ നാം എല്ലാവരും ഈ ആഴമായ വിശ്വാസത്തോടുകൂടി ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഇന്ന് നാം വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും വിശുദ്ധ ഗീവർഗീസ് സഹത നമുക്ക് നൽകുന്നതായ വലിയ സന്ദേശം എന്ന് പറയുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. ആ കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷിയായിരിക്കുക. അത് മരണത്തോളം അതേ രക്തസാക്ഷിത്വത്തോളം ആവശ്യമായി വന്നാൽ അപ്രകാരമായിരിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ ഇന്ന് ലേഖനത്തിലൂടെ പറഞ്ഞത് ആരാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുക? നഗ്നതയോ വാളോ 40 അടികളോ നിരവധിയായിട്ടുള്ളതായ പീഡനങ്ങളോ ഇവയൊന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 303-ൽ രക്തസാക്ഷികൾ കൂടിയതായ വിശുദ്ധ ഗീവർഗീസ് സഹത റോമൻ ചക്രവർത്തിയായ ഡയോക്ലേഷ്യൻ രാജാവിന്റെ കാലത്ത് മതപീഡനത്തിന് വിധേയമായിട്ടാണ് ഒരു റോമൻ പടയാളിയായിരുന്ന വിശുദ്ധ ഗീവർഗീസ് സഹത പലസ്തീനായിൽ വെച്ച് രക്തസാക്ഷിത്വം സ്വീകരിക്കുന്നതെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ളതായ സ്നേഹത്തെ പ്രതി തന്നെയായിരുന്നു. ഈ സഹതായാണ് നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയായി നാം ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഈ വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹം പ്രാപിക്കുവാനും അതോടൊപ്പം ഈ വിശുദ്ധനെ പോലെ യേശു അനുഭവത്തിൽ യേശുവിന് വേണ്ടി ജീവിക്കാൻ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ്. ഇന്ന് ആദ്യമാനം സ്വീകരിക്കുന്നതായ ഈ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ ഗീവർഗീസ് സഹതായ മാധ്യസ്ഥം എല്ലായ്പ്പോഴും അനുഗ്രഹമായിരിക്കട്ടെ, കോട്ടയായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നാം എല്ലാവരും വളരെ മനോഹരമായ ഒരു പുണ്യോത്സവത്തിൽ ആ പുണ്യോത്സവനായി പരിശുദ്ധ കുർബാനയുടെ പഴയ നിയമ സാദൃശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് അതിൽ പ്രത്യേകമായിട്ട് വിവരിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ ഏറ്റുപറയുകയാണ്. ഇന്ന് ഈ ആദ്യ കുർബാന സ്വീകരിക്കുന്നതായ ഈ അവസരത്തിൽ അതിനോട് ഈ കുഞ്ഞുങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതായ നമുക്ക് ഓരോരുത്തർക്കും
വിശുദ്ധ കുർബാനയുടെ അർത്ഥവും ആഴവും വിശുദ്ധ കുർബാന എങ്ങനെ സജീവമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമായി നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്നു എന്നതിന്റെ അടയാളവുമായിട്ട് ഇതേ പ്രമേയോത്സവ തന്നെയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ഈ വിശുദ്ധ ബലി പൂർത്തീകരിച്ച് അനുഗ്രഹിക്കാം. ഈ കുഞ്ഞുങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനാൽ അനുഗ്രഹീതരാകട്ടെ. ഇവരുടെ മാതാപിതാക്കൾ അനുഗ്രഹീതരാകട്ടെ. ഇവരെ ഇതിനുവേണ്ടി ഒരുക്കിയതായ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വികാരിയത്തിനും മറ്റ് സൺഡേ സ്കൂൾ ടീച്ചേഴ്സും എല്ലാവരും ഇതിനാൽ അനുഗ്രഹീതരാകട്ടെ എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാം. ഉദ്ധാനം ചെയ്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു തിബേരിയോസ് കടലിൽ ശിശുപാർക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ തീരങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ അതിരുകളിൽ, പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, രോഗങ്ങളിൽ അവിടുന്ന് സന്നിഹിതരാണ്. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാം. അത് കർത്താവാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതായ ഓരോ അവസരത്തിലും ഉദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു സഖിയോന്മാരുടെയും അപ്പത്തിന്റെയും വീടിന്റെയും സാദൃശ്യത്തിൽ നമുക്ക് വേണ്ടി നൽകപ്പെട്ടതായ കർത്താവായ യേശു ക്രിസ്തു, കാൽവരി മലയിൽ ക്രൂശിതനായ കർത്താവായ യേശു ക്രിസ്തു തന്റെ ബലി പൂർത്തിയാക്കിക്കൊണ്ട് വീണ്ടും നമ്മളിലേക്ക് എഴുന്നള്ളുമ്പോൾ നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാം. ഈ പരിശുദ്ധ കുർബാനയിലൂടെ, ഈ പെരുന്നാൾ കുർബാനയിലൂടെ കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവനിയോഗ്യമാകുന്നു. വിശുദ്ധിയിൽ സഭയുടെ മക്കളും വിശ്വാസികളുമായ
മരിച്ചുപോരുടെയും ആത്മാക്കളെ നിന്റെ കാരണത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ചു കാരണത്തിന്റെയും മാറ്റത്തിലൂടെയും പതിമഞ്ഞെ അവരുടെ അസ്ഥകളിൽ തളിക്കണമേ. ഞങ്ങൾക്കും അവർക്കും ഈ പാപപരിഹാരവും പാപപരിഹാരകരമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഞങ്ങളുടെ സഹായത്തിന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കടൽ ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയപ്പെടുന്ന നിന്റെ അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. വിശുദ്ധർക്ക് കൃപാപൂർവ്വം വിശുദ്ധ വസ്തുക്കൾ കൊടുക്കുന്നവനും രഹസ്യങ്ങൾ ആദരിച്ച മാളികയിൽ വെച്ച് വിശുദ്ധ ശിഷ്യന്മാർക്ക് പാപപരിഹാരപ്രദമായ സ്വശരീരം കുറിച്ചു കൊടുക്കുകയും സകല വിശ്വാസികൾക്കും പാപമോചനത്തിനായി പുണ്യമുണ്ടാക്കുന്നതും വിലയേറിയതുമായ സ്വരക്തം കുടിക്കുവാൻ തയ്യാറാക്കുകയും ചെയ്തുകൊണ്ട് എന്റെ ഓർമ്മയ്ക്കായി പ്രകാരം ചെയ്യുകയെന്ന് കൽപ്പിക്കുകയും ചെയ്തവരായ ഞങ്ങളുടെ സിംഹാസനരാജേ, ഞാൻ അയോഗ്യനായിരിക്കെ പരിശുദ്ധാത്മാവ് ആചാര ശുശ്രൂഷ ചെയ്യുവാൻ ദയാപൂർവ്വം എന്നെ നീ വിളിച്ചെടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ദൈവീകവും ആത്മീകവുമായി ഗതിയെ നോക്കിക്കൊണ്ട് ആത്മീയ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ ആഹ്ലാദപൂർവ്വം സംബന്ധിച്ചു പറയുന്നു. രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവീക ബലിയാകുന്നു. ഞങ്ങളുടെ കടങ്ങൾ നന്മയാക്കുകയും കടങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ദൈവീക ബലിയാകുന്നു. പരിപൂർണത പ്രാപിച്ചവരെ സ്വർഗീയ ഉന്നതത്തിലേക്ക് ഉയർത്തുന്ന ദൈവീക ബലിയാകുന്നു. ലോകത്തിന്റെ ജീവന് വേണ്ടി രക്തം ചിന്താതെ അർപ്പിക്കപ്പെടുന്ന ദൈവീക ബലിയാകുന്നു. ആവേലവന്റെ അംഗീകൃത ബലിയാൽ ഏതൊരു നിഷ്കളങ്ക ബലിയെ സൂചിപ്പിച്ചു. ആ ദൈവീക ബലിയാകുന്നു. വിശ്വാസികളുടെ രക്ഷിതരമായ ഞങ്ങൾക്ക് സ്വർഗീയ വാഗ്ദാനങ്ങൾ ലക്ഷ്യസ്ഥാനമായി നൽകപ്പെട്ട ദൈവീക ബലിയാകുന്നു. ഞങ്ങളുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും രക്ഷയുടെ ആയുധമായി നൽകപ്പെട്ട ദൈവീക ബലിയാകുന്നു. പാപികളുടെ കടങ്ങളും പാപങ്ങളും തന്നോട് പരിഹരിക്കപ്പെട്ട് ക്ഷമിക്കപ്പെടുന്ന ദൈവീക ബലിയാകുന്നു. കർത്താവ് നല്ലവനാകുന്നുവെന്ന് തിരിച്ചറിയുകയെന്ന് ദൈവാത്മാവുള്ള ദാവീദ് ദീർഘദർശി പ്രസ്താവിച്ച ദൈവീക ബലിയാകുന്നു. ശ്രേഷ്ഠാചാര്യനായ യൂസോദോക്കിന്റെ പുത്രൻ യോശുവ ഏതിനാലവന്റെ മലിന വസ്ത്രങ്ങൾ ഉരുത്തി കളഞ്ഞോ. ആ ദൈവീക ബലിയാകുന്നു. ദീർഘദർശിക്ക് ഒരു മുൻകരുതനായി അഗ്നിക്കൊള്ളിനാൽ നൽകപ്പെട്ട ദൈവീക ബലിയാകുന്നു. കുറ്റമില്ലാത്ത അതിശ്രേഷ്ഠാചാര്യനായ മൽക്കീസേദെക്ക് സമർപ്പിച്ച അപ്പവും വീഞ്ഞും ഏതിനെ മുൻകൂട്ടി സൂചിപ്പിച്ചു. ആ ദൈവീക ബലിയാകുന്നു. സന്ധ്യാസമയത്ത് അറക്കപ്പെട്ട കുഞ്ഞാടിൽ കൂടി കർത്താവിന്റെ പ്രവാചകനായ മോശ ഏതൊന്നിനെ രൂപീകരിച്ചു. ആ ദൈവീക ബലിയാകുന്നു. സകല നീതിമാന്മാരും പുണ്യവാന്മാരും പ്രത്യക്ഷമായി കാണുവാൻ കാത്തിരുന്നിട്ടും കാണുവാൻ സാധിക്കാതിരുന്ന ദൈവീക ബലിയാകുന്നു. വീണ്ടും ജനനം പ്രാപിച്ച
ദൈവീക ബലിയാകുന്നു. പരിശുദ്ധമായ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും വിശ്വാസികൾക്ക് നൽകുന്ന ദൈവീക ബലിയാകുന്നു. പീഠത്തിന്മേൽ സൂക്ഷിക്കപ്പെട്ടു വന്ന കാഴ്ചയപ്പം കൊണ്ട് സൂചിപ്പിച്ച ദൈവീക ബലിയാകുന്നു. അഗ്നിമയന്മാരും ആത്മമയന്മാരുമായ ക്രോധന്മാരും സ്വർപ്പന്മാരും ഏതൊന്നിന്റെ മുമ്പിൽ ഭയവികടനായിരിക്കുന്നു. ആ ദൈവീക ബലിയാകുന്നു. പിതാവിനോടും ഏകപുത്രനോടും സമനായിരിക്കുന്ന പരിശുദ്ധാത്മാവും ഏതൊന്നിന്മേൽ ആവസിച്ച് ശുദ്ധീകരിക്കുന്നു. ആ ദൈവീക ബലിയാകുന്നു. അനാഥനായ പിതാവ് പൂർത്തിയാക്കുകയും വത്സരപുത്രൻ അനുഷ്ഠിക്കുകയും പരിശുദ്ധാത്മാവ് ഭൗത്രീകരിക്കുകയും ചെയ്ത ദൈവീക ബലിയാകുന്നു. ദൈവീക തൃത്വത്തിൽ ഒരുവനായ പീഡാനുഭവത്താൽ പൂർണ്ണമാക്കിയ ദൈവീക ബലിയാകുന്നു. അവന്റെയും പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും സമൃദ്ധമായ ദാനം പുകഴ്ത്തുവാൻ ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവരെയും യോഗ്യരാക്കണമേ. ബലഹീനതയിൽ പാപികളുമായി നാം സമർപ്പിക്കുന്ന ഈ രൂപത്തോടുകൂടെ അവനെ സ്മരിച്ച് സ്തോത്രാത്മത്തോടുകൂടി നമുക്ക് ബോധപ്പെടുത്താം. ഓ ശുഭകൂട ശിവാലമേ.
ഞങ്ങൾ നിനക്ക് നിന്റെ ഗജാനനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും ദിവ്യവുമായ ചുമത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. നിന്റെ ദാസരുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സകലത്തിന്റെ
നീതിയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എന്റെ വാത്സല്യഭാവനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ വലത്തുഭാഗത്ത് വിശിഹാതവരായിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങളാലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ നൽകിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പം കൊടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്ത്രീകന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും
ശിഷ്യരായ തന്റെ വിശുദ്ധ സ്ത്രീകന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽനിന്ന് പാനം ചെയ്യുവിൻ. ഇത് പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി കണ്ണികൾക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും ജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അന്വേഷിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ സ്മരിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. പ്രതിഫലം കൊടുക്കുന്ന ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോട് നീങ്ങുവാൻ പിതാവിനോട് അനുതാപപൂർവം അപേക്ഷിക്കുന്നു. നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ സകലത്തെ പ്രതിയും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ സ്തോത്രം ചെയ്യുന്നു.
നിത്യജീവനെ യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിന്റെ സഭകളെ ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവിയോ പ്രധാനന്മാർക്ക് വേണ്ടി നമ്മുടെ സഭയുടെ നിലവിലെ പിതാവായ വേണ്ടി നമ്മുടെ മേൽപ്പെട്ടക്കാരൻ വേണ്ടി വേണ്ടി സത്യവിശ്വാസികളായ പുത്രാർക്ക് വേണ്ടി ക്രിസ്തീയ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശാന്തിയും സമാധാനവും അതിരേമാർക്ക് ആശ്വാസവും ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ജീവിതത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ സഭ നിനക്ക് അർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും സ്വീകരിക്കണം. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ പിതാവായ മർത്തോമാശ്രീഹായെ നിബീന്മാർ, സ്ത്രീഹന്മാർ, പ്രസംഗകർ, വിഗ്രഹസ്ഥന്മാർ, സഹോദരിമാർ, മോഹനന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് ഓർമ്മയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോട് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പിതാക്കന്മാരെ അംഗീകരിക്കപ്പെട്ട ഭക്തന്മാരെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും ഏകനാഥനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയയിലായി സോരം ചൊല്ലണം. എന്നാൽ ശരീരങ്ങളുടെ സ്വഭാവപ്രകാരം പാപരഹിതനായ മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും ഓർക്കും കരുണയും പാപബോധനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങളുടെ പ്രമാണലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും പാപകരുമായിരിക്കണമേ. സർവാധിപത്യവും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുവാനാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. എന്റെ വാത്സല്യഭാവനകളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Hallelujah.
ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Amen.
തിരുവ
Mora,
Amen.
മനുഷ്യരോട് വാങ്ങുന്ന സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ പരിശുദ്ധാത്മാവിലും ഇപ്പോഴും സമയത്തും സമർപ്പിക്കും. നിങ്ങളെ ഞങ്ങൾ ഈ സമയത്ത് ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും വിശുദ്ധമാവുന്നവരെ പിതൃത്വം നിങ്ങളോട് പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ ശുഭമായ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഞാനോ ദാസനാകുന്നു. നിങ്ങൾ പ്രാർത്ഥനയും സഹായവും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ പോകുകയും എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ഇപ്പോൾ സത്യമായി ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു.